അവൽ വിളയിച്ചത് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. വെള്ള നിറത്തിലുള്ള അവൽ വെച്ച് അവൽ വിളയിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, നെല്ലിൻ്റെ വർഗീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാഡിയുടെ എന്തോ ഉണ്ടാക്കുന്നേ? നമ്മുടെ ഈ അവൽ ഒന്ന് വിളയിക്കാനുള്ള പ്ലാനാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റവ് കത്തിക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ ചുക്കിൻ്റെ കഷ്ണം ഇഞ്ചി ഉണങ്ങി, ഒരു 6 ഏലക്ക, ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇതിനകത്ത് പൊടിച്ചിടാനുള്ളത്. ഇതങ്ങ് എടുത്തേക്കാം. ഇനി അടുത്തത് നമ്മൾ വലിയൊരു പാത്രം, ഉരുളി, ഇതിൽ നമ്മൾ എടുത്തേക്കുന്ന 1/2 കിലോ അവലാണ്. ഇതിനെ ഒന്ന് വറുത്ത് എടുക്കാം നമുക്ക്. അപ്പോൾ അതിലേതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഉണ്ടോ, അവല് നമ്മൾ വറുത്ത് മാറ്റി വെച്ചു. ഇനി അടുത്തത് നമ്മൾ തേങ്ങ വറക്കാനാണ്. ഒരു തേങ്ങയാണ് തിരുമ്മി എടുത്തേക്കുന്നത്. ഇത് നമുക്ക് വറുത്തൊന്നെടുക്കാം. തേങ്ങ ഏതാണ്ട് ബ്രൗൺ കളറായി വരുന്നു. തേങ്ങ കൂടുതൽ അങ്ങ് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല, ഈ കളർ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയാണ് ഒഴിക്കേണ്ടത്. ശർക്കരപ്പാനി 250 ml 2 കപ്പാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ 1 കപ്പ് ഒഴിച്ചു. ഇത് ശർക്കര നമ്മൾ നേരത്തെ ഉരുക്കി പൊടിയെല്ലാം കളഞ്ഞ് അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. 1 കപ്പ് പൊടിന് 2 കപ്പ് ശർക്കരപ്പാനി ഇതിനകത്ത് വേണ്ട ആവശ്യമില്ല. കാരണം 1.25 കപ്പ് ഒഴിച്ചാൽ മതി. 1 കപ്പ് ആൾറെഡി ഒഴിച്ചു, ഇനി 1/4 കപ്പ് കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകിയിരിക്കുന്നത് കൊണ്ട്, കാരണം 1.25 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിപ്പോൾ 1.25 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചേക്കുന്നത്. കാരണം നല്ലതുപോലെ കട്ടിക്കായതുകൊണ്ടാണ് 1.25 കപ്പ് ഒഴിച്ചത്. കാരണം മധുരം ആവശ്യമുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ളത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് 1.25 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. ഏലക്കായും ചുക്കും ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടാനെ കൊണ്ട് നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഏലക്കായും ചുക്കും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കാം. നമുക്കിനിയും അവലോട് ഇതിനകത്ത് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് ഇടാനുള്ള സാധനങ്ങളൊന്ന് വറുത്തെടുക്കാം. നമുക്ക് വറക്കാനുള്ള സാധനങ്ങളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി നെയ്യ് 250 ml 1/4 കപ്പ്. അപ്പോൾ നമുക്ക് വറക്കാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഓരോന്നായിട്ടിടാം. തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ആവശ്യത്തിനുള്ളത്, തേങ്ങാക്കൊത്ത് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് കാഷ്യൂനട്ടോ ബദാമോ നമുക്കിഷ്ടമുള്ളതില്ല. ഇതിപ്പോൾ ഞാനിടുന്നത് കാഷ്യൂനട്ടാണ്. നമുക്കിടേണ്ടത് പൊട്ടുകടലയാണ്. ഇതുകൂടെ ഇടാം. ഇനി ഇതിനകത്തോട്ട് ഇടുന്നത് 1/4 ടീസ്പൂൺ ജീരകം. അടുത്തത് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഇത് അവലിനകത്തോട്ട് ചേർക്കാം. ഈ വറുത്തതെല്ലാം കൂടെ നമുക്ക് അവലിനകത്തോട്ടിടാം.
അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം നമ്മൾ എടുത്തേക്കുന്നത് വെള്ള അവലാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ചുമന്ന അവലാണ്. പക്ഷേ ഇത് ഞങ്ങൾ വെറൈറ്റി ഒന്ന് മാറ്റി വെള്ള അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. വെള്ള അവലായതുകൊണ്ട് നിറത്തിനൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ചുമല അവൽ വെക്കുന്നത് പോലെയല്ല, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് സാധനം. സൂപ്പർ. ഉണ്ടാക്കിയ ആൾ തന്നെ കഴിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന്. അങ്ങനെ സ്വാദിഷ്ടമായ അവൽ വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. വെളിയിൽ വെച്ച് തന്നെ നമുക്ക് ഏറെ നാൾ കേടുകൂടാതെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അവൽ വിളയിച്ചത് കണ്ടിട്ടുള്ളവർക്കോ കഴിച്ചിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, അവൽ വിളയിച്ചെടുക്കുമ്പോൾ ഇതല്ല ഒരു നിറം വരുന്നത് സാധാരണയായിട്ടല്ലേ, കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കില്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടയരിയുടെ അവലും കറുത്ത നിറത്തിലെ ശർക്കരയും ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു നിറം വരുന്നത്. ഇവിടെ വെള്ള അവലും വെള്ള നിറത്തിലെ ശർക്കരയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ശർക്കര അധികം ഒന്നും ഉപയോഗിച്ചില്ല. 1.25 കപ്പ് ശർക്കരപ്പാനി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യും 1/4 കപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. അഭിപ്രായം എന്താണേലും അത് എഴുതി അറിയിക്കുകയും വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.